നമസ്കാരം. ഡിയോ എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ തറവാടിൻ്റെ ഒരു ഹോം ടൂർ. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ആ തറവാട്ടിൽ വെച്ച് പയ്യന്നൂർ രാമന്തളിയിലുള്ള കാട്ടൂർ പടിഞ്ഞാറേ തറവാട്ടിൽ വെച്ചിട്ട് ഏകദേശം 40 വർഷത്തിന് ശേഷം നടത്തിയ ഒരു പുനഃപ്രതിഷ്ഠയും അതിനുശേഷം ഉണ്ടായ നവീകരണ ബ്രഹ്മകലശം, പിന്നെ അതിനെ തുടർന്നുണ്ടായ കളിയാട്ട മഹോത്സവം. അപ്പോൾ അങ്ങനെ 5 ദിവസങ്ങളിലായിട്ട് നീണ്ടുനിന്ന ആ ഒരു വലിയ ഒരു മഹോത്സവത്തിൻ്റെ ഏതാനും പ്രസക്തമായിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കല്യാണ വീഡിയോ ഇല്ലെങ്കിൽ പോയിക്കോ. നിങ്ങൾ രണ്ടാളും പോയി. പോയിക്കോ.
അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 4 വീടും അതിൻ്റെ വിധിപ്രകാരം മുറിച്ചെടുത്ത് നമ്മൾ പണിതെടുത്തത്. അത് വിട്ടുകൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഞാനത് എടുക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ വെക്കണം. എന്നിട്ട് ഞാനത് വിട്ടു തന്നു. ഞാനത് കൈക്കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾ 3 പ്രാവശ്യം കൈക്കൊണ്ടെന്ന് പറയാം. കമ്പം അവിടെ പ്രഖ്യാപിക്കുന്ന ചില നിയമങ്ങളാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ 2 നേരങ്ങൾക്ക് ഇപ്പോൾ സംക്രമത്തിന് പുറക്കുക, പ്രതിഷ്ഠാവസം കഴിക്കുക, തെയ്യം കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഈ നിയമങ്ങളായിട്ട് വരിക. ഇവിടെ ശുചിത്വത്തോടുകൂടി ഇതൊക്കെ വരിക. ഒരു ക്ഷേത്ര സംബന്ധമായ പുലവാലായ്മ വരാൻ പാടില്ല, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? അതെല്ലാം നിയമങ്ങളിൽ വരിക. അങ്ങനെയുള്ള നിയമം പാലിച്ചാൽ മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടൊരു ചിട്ടവട്ടില്ലെങ്കിൽ കണ്ടുപിടിച്ചുണ്ടായി. വേദാഗമേദം പുരുഷം മഹാന്തമാദിത്യവർണം ഇതം ബ്രഹ്മീമേ വൈശ്വര്യ അതെടുത്തൂടെ ഇനി ഇപ്പല്ല ഇവിടെ വെച്ചത് അല്ല
ചായ തരുമോ തൊണ്ടപ്പൊടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാടോ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നേരത്തെ ചെയ്തത് ബിംബശുദ്ധിയാണ്. ഇന്നലെ പറഞ്ഞ ബിംബശുദ്ധി വരെ പറഞ്ഞത് പ്രാസാദ ശുദ്ധി ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ആ ബിംബം, അതായത് നമ്മുടെ ഇവിടെ സ്തംഭം, അതിനെ ശുദ്ധീകരിക്കുന്നതൊക്കെയാണ് കുറച്ച് നേരത്തെ ഞാൻ ചെയ്യുന്നത്. ഇവിടെ കലശാടി അതിന് ശേഷം ചെയ്തത് തന്ത്രി തന്നെ ചെയ്തത് ഇവിടെ അനുജ്ഞാകലശം എന്നാണ് പറയുന്നത്. അനുജ്ഞ എന്ന് പറഞ്ഞാൽ സമ്മതം ചോദിക്കുക എന്നതിൻ്റെ പറയാം. അനുജ്ഞ എന്ന് പറഞ്ഞ വാക്കിൻ്റെ സമ്മതം ചോദിക്കുക. എന്തിനാണ് സമ്മതം ചോദിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ സ്തംഭം മാറ്റേണ്ടതുണ്ട്. പണ്ടേ ഉള്ള ആൾക്കാർ പ്രതിഷ്ഠിച്ച ഒരു സ്തംഭം. ആ സ്തംഭം നമ്മുടെ ഒരു കാഴ്ചപ്പാട് കാലപ്പഴക്കം കൊണ്ട് ജീർണത സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളത് മാറ്റി പുതിയത് പ്രതിഷ്ഠിക്കാം. അതിൻ്റെ സ്ഥാനത്തിന് ചെറിയൊരു വൈകല്യം അതും തീർത്ത് പുതിയൊരു യഥാസ്ഥാനത്ത് പണ്ടുള്ളതുപോലെ പ്രതിഷ്ഠിക്കാമെന്ന് പ്രശ്നവശാൽ തീരുമാനിച്ചു. അങ്ങനെ ആ കർമ്മം ചെയ്യുമ്പോൾ ഈ ദേവതകളോട് ആൾക്കാരോട് നമ്മൾ അനുവാദം വാങ്ങുന്നത് അല്ലേ? അനുവാദം വാങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ആരോടൊക്കെ അനുവാദം വാങ്ങണമെന്ന് ചോദിച്ചാൽ ദേവതയോട് മാത്രമല്ല, ഒരു ദേവത മാത്രമായിട്ട് നിൽക്കില്ല. ആ ദേവതയ്ക്ക് ചുറ്റും ആൾക്കാർ, ചെറിയ ചെറിയ ദേവതകൾ, അതായത് ഭൂതഗണങ്ങളുണ്ടാവും, പരിവാരങ്ങളുണ്ടാവുന്നു. അവരോടെല്ലാം അതിന് സമ്മതം. അത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 4 ആളെ ഇരുത്തും. ബ്രാഹ്മണരോട് സമ്മതം. അതിനുശേഷം ഇതാരാണോ ചെയ്യുന്നത് അവരുമായി ചർച്ച ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവരുടെ സമ്മതം, അതായത് നിങ്ങളോട് സമ്മതമാണ്, യജമാനന്മാരോട് സമ്മതമാണ്. അതെല്ലാം കഴിഞ്ഞ് അവസാനം ദേവിയോട് സമ്മതമാണ്. ഇപ്പോൾ നമ്മളിപ്പം ഈ ജീർണത ബാധിച്ച സംഗതിയാണ് മാറ്റുന്നത്. ഉദ്ദേശശുദ്ധി നല്ലതാണ്, നല്ല ഒരു ഉദ്ദേശമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സമ്മതം വാങ്ങിയത്. നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോയാൽ പനിയുണ്ടാവും, പനി വന്നാൽ സൂചി ഇഞ്ചക്ഷൻ കിട്ടും. എന്നാലും ആ കുത്തുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യും. വലിയ
അതേപോലെ ഒരു സമ്മതം ഇവിടെ വന്നു. ആ സമ്മതമാണ് ഇപ്പോൾ പ്രാർത്ഥനാ രൂപത്തിൽ ഇവിടെ ചെയ്യും. അത് കഴിഞ്ഞാൽ ആ കലശം 3 അവിടെ കൊണ്ടുവച്ചു. അതാണ് ബ്രഹ്മകലശം എന്ന് പറയുന്നത്. ഈ അനുജ്ഞാകലശം ബ്രഹ്മകലശം അതാണ്. അത് കലശം അഭിഷേകം ചെയ്താൽ ഈ പ്രാർത്ഥന ചെയ്ത് സമ്മതം വാങ്ങി കലശാഭിഷേകത്തിന് ശേഷം അതിലെ ആ സങ്കല്പം നമ്മൾ അതേ കലശത്തിലേക്ക് അതേ പാത്രത്തിലേക്ക്, അതുകൊണ്ട് പുതിയത് വാങ്ങുന്നില്ല, അതേ പാത്രത്തിലേക്ക് ഉദ്ദേശിക്കും. ആ സ്തംഭത്തിലുള്ള ആ സ്തംഭമല്ല അല്ലെങ്കിൽ ബിംബമല്ല ദൈവം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ദൈവം കുടികൊള്ളുന്നൊരു സ്ഥലം മാത്രമാണ് ഇത്. അത് നമ്മുടെ ഒരു മനസ്സിനെ അങ്ങനെ വേണ്ടി വരും. ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതാണ് സത്യം അല്ലേ? സ്കൂളിൽ നിന്ന് പ്രത്യേകം. പക്ഷെ അത് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നമുക്ക് അത്ര ശ്രദ്ധ കോൺസെൻട്രേഷൻ ഇല്ല. അത് പണ്ടത്തെ ഋഷിമാർക്കലുണ്ടായിരുന്നു. അവർക്ക് ഈ ബിംബത്തിൻ്റെയോ സ്തംഭത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അവർക്ക് മനസ്സിൽ തന്നെ. നമ്മളെ മനസ്സിൽ നമ്മൾ ഈ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇതും കൊണ്ട് നടക്കാൻ നമുക്ക് ആവില്ല, സാധ്യമല്ല. അതുകൊണ്ടെന്താണ് നമുക്കൊരു ഉപാധി, അതായത് ഒരു വഴി വേണം. അതാണ് ഇത് ഈ സ്തംഭം. ആ സ്തംഭത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിനെ കാണുന്നത്. ആ സ്തംഭമില്ല എങ്കിൽ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ കഴിവുകേടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സങ്കല്പം. ആ സങ്കല്പം എന്ത് ചെയ്യും? ആ ദൈവത്തിന് ആ സ്തംഭത്തിനുള്ള കലശത്തിലേക്ക് ആ ശൈലിയിൽ ഉദ്ദേശിക്കും. താന്ത്രിക വിദഗ്ധത ഉദ്ദേശിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ശയ്യയിൽ ആ കലശം ഇവിടെ പൂജിക്കും. അത് ഇന്ന് ഒരു ദിവസത്തേക്ക് നാളെ മുഹൂർത്താവുന്നത് വരെ ഇതിൻ്റെ ഉള്ളിലെ ഈ ദേവതാ സങ്കല്പത്തിന് ഉള്ളിലല്ല ഉണ്ടാവുക, ഇവിടെയാണ്. അതുകൊണ്ട് ഈ സ്ഥലം വളരെ അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി കുറ്റി ഇതെല്ലാം വിചാരം കുറിച്ച് അതിനൊരു പവിത്രതയും അതിലൊരു പ്രാധാന്യം അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയില്ല. അതേപോലെ ഇതിൽ ശുദ്ധമായിട്ട് നിൽക്കേണ്ട ആവശ്യം ഈ ഒരു ദിവസം, അതായത് ഇന്ന് ഈ ജീവോദ്വാസന കഴിഞ്ഞാൽ നാളെ പ്രതിഷ്ഠ വരിക സമയം വളരെ നിർണായകമാണ്. ഇവിടെയാണ് ശയ്യാപൂജ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഈ ശയ്യയിലാണ് ആ 3 കലശം ഉദ്വാസനത്തിന് ശേഷം ഇവിടെയാണ്. അപ്പോൾ ഉള്ളിലല്ല ഇനി ഇന്ന് മുതൽ പ്രതിഷ്ഠ വരെ ഇവിടെ തൊഴിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിലല്ല തോന്നുന്നത്. അതുകൊണ്ട് ആ ജീവോദ്വാസന കഴിഞ്ഞ് ആ സങ്കല്പം ഇങ്ങോട്ട് വന്നാൽ ഇതൊരിക്കലും ഒരു ജോലി മുന്നോട്ടാണ് ഇവിടെ വന്നാൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് വളരെയധികം പിന്നെ ശ്രദ്ധിക്കണം. രാത്രി കാലങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ സമ്മതം വാങ്ങി ബ്രാഹ്മണരോടും ദൈവത്തോടും അതേപോലെ നിങ്ങളോടും സമ്മതം വാങ്ങി അതേപോലെ എപ്പം പ്രതിഷ്ഠ ചെയ്യാമെന്നും ഇത് പറയുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ പ്രതിഷ്ഠ ചെയ്യാൻ പറയുന്നു അല്ലേ? നാളെ 12:57 മുതൽ ഇന്ന് ജീവോദ്വാസന കഴിഞ്ഞ് ശരീരത്തിൻ്റെ ദേവിയെ തിരിച്ച് പ്രതിഷ്ഠിക്കുന്നത് നാളെ 12:57 മുതൽ 2:25 വരെ 2:25 വരെയുള്ള ശുഭമുഹൂർത്തം. ഞാനല്ല ഇത് പറയുന്നത്, നിങ്ങളെ സഹായിച്ചു നോക്കും. എന്നോടല്ല പറയുന്നത് ദേവിയോടൊപ്പം. ഓക്കെ, തുടങ്ങിക്കൂടെ ഒരു ഗുഹാരാശി ദക്ഷിണ ചെയ്യുന്ന സങ്കല്പിച്ച് ഓം തത്സൽജി. ബിംബമിദം കാള്യാ സ്ഥാപിതം പൂർവസൂരിഭിः അനേന ദൂഷണേനാദ്യ ദൂഷിതം ച ഇഹ വർത്തത്തെ ദുഷ്ടബിംബസ്യ ചോദ്ധാരം കർത്തവ്യം ഇതി ശാസനം ആഗമസ്യ വയം കർത്തും വ്യവസായമുപാസ്മഹേ അത്രേതം യതി കർത്തവ്യം ആഗമാർത്ഥഭവോ ഭവൽ ഭവന്തോ നോനുജാനന്തു
ഭവേ ആജ്ഞാകരാവയം ഭവേ ആജ്ഞാകരാവയം ക്രിയത. അത് പറയേണ്ടതാണ്. അരി ഇവിടെ വീണ്ടും സ്തംഭം ജീർണിച്ചിട്ടുണ്ട്. ശൃണ്വന്തു ദേവതാ സർവാ ശൃണ്വന്തു ദേവതാ സർവാ പ്രാസാദമിമമാശ്രിതാ പ്രാസാദമിമമാശ്രിതാ യദുച്യമാനമസ്മാഭിः യദുച്യമാനമസ്മാഭിः അനുഗൃഹ്ണന്തു തേന അനുഗൃഹ്ണന്തു തേന പൂർവം കൃതമിദം പൂർവം കൃതമിദം പ്രാസാദമസാരവൽ പ്രാസാദമസാരവൽ പ്രാപ്തം കാലവശാൽ ഭൂയാ പ്രാപ്തം കാലവശാത് ഭൂയാ വയം തത്കർത്തുമുദ്യതാ വയം തൽകർത്തുമുദ്യതാ കാലേനേതാവതം ഭൂയ കാലേനൈതാവതം ഭൂയ പ്രാസാദേസ്മിൻ പുനർനവേ പ്രാസാദേസ്മിൻ പുനർനവേ പ്രാപയാമോ വയം സത്യം പ്രാപയാമോ വയം സത്യം തദനുജ്ഞാതുമർഹത തദനുജ്ഞാതുമർഹത. പഴയത് കളയുന്നു. പഴയത് ഉപേക്ഷിച്ച് അപ്പൊ അതില് നമ്മൾ പറയുമ്പോ ദേവന്റെ ഉപാധിയായിട്ട് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ പുതുക്കുന്ന സമയത്ത് പഴയത് നിർമാല്യ ബുദ്ധിയ തെക്തവ്യം എന്നാണ് പറയാ. നിർമാല്യ ബുദ്ധിയ അത് ത്യജിക്കണം എന്ന് ശാസ്ത്രം പറയുന്നു. ഇപ്പൊ നമ്മളത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പഴയത് നിർമാല്യ ബുദ്ധിയ പൂവാണെങ്കിലും നിവേദ്യമാണെങ്കിലും ദേവന്റെ ഉപാധിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഉപകരണമായാലും അപ്പോൾ അത് പഴയത് ഉപേക്ഷിക്കുന്നു, പുതിയത് നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. ഇത് ഏത് സമയത്ത് നമുക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച കാര്യങ്ങൾ വന്നല്ലോ. ഇനിയിപ്പോൾ നാളത്തെ മുഹൂർത്തമാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൂടി അതായത് ദേവന്റെ അനുവാദം ബ്രാഹ്മണര് ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പ്രകാരം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് ശാസ്ത്രം പറയുന്ന ബ്രാഹ്മണരുടെ അനുവാദം, ഭക്തജനങ്ങളുടെയും ഊരാളന്മാരുടെയും അനുവാദം. അപ്പോൾ ഇതാണ് നിങ്ങൾ അതായത് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് പ്രാർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത്. ദേവോപാധിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നിർമാല്യ ബുദ്ധിയാ തെക്തവ്യം, നിർമാല്യ ബുദ്ധിയോടുകൂടി അത് ത്യജിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളത് ത്യജിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് പകരം പുതിയ ഉപാധി വേണമല്ലോ ദേവനിരിക്കാൻ. ദേവനെ ജീവകലശത്തിലേക്ക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഉപാധി ഉണ്ടാക്കി ആ പുതിയ ഉപാധി എപ്പോൾ പ്രതിഷ്ഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന സമയം, നിശ്ചയിച്ചുള്ള സമയം ഊരാളന്മാര് പറയാം. ഇന്ന ദിവസം ഇന്ന മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിച്ചു കൊള്ളാം. വായിച്ചാണ് മേടമാസം മെയ് 8 വ്യാഴം മേടം 25 രാവിലെ 5 മണി മുതൽ മഹാഗണപതിയും 1200 മേടമാസം 25 വ്യാഴാഴ്ച 15:57
മുതൽ 12:57 മുതൽ 2:25 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവി പ്രതിഷ്ഠ, കലശാഭിഷേകം, പുനഃപ്രതിഷ്ഠ ചെയ്യിച്ചു. രാവിലെ ആഴ്ച വന്നു, ചൊവ്വ 10 കേന്ദ്രത്തിൽ വന്നു. മതി. അറിയില്ല. അമ്മ എപ്പം അതാ പൂളിന്റെ അടുക്ക് എന്തോ മീനുന്നുണ്ട് കേട്ടോ. ആ പൂളിന്റെ അടുക്ക് ശിബു ഒന്ന് തട്ടി ഒന്ന് കൊട്ടണം. കൊണ്ടുവരുന്നുണ്ട് വെല്ലുമുടി പൊതിന്റെ ഒരു ആക്കിയത് കാണുന്നില്ല. നീ ഒന്ന് ഫ്ലാഷ് ഇടും. ഇത്രയും വെച്ചിനതിന്റെ അടിയിൽ നവഗ്രഹങ്ങളല്ലേ
അച്ഛൻ വരും, അച്ഛൻ വരും, വരുന്നു. അത് മറ്റേ സ്വർണ്ണത്തിന്റെ ഇതാണ്. ഒരുമിച്ചെടുക്കട്ടെ. ഇപ്പം വെച്ചത് കുറവാണ്. ഇത് പൊടിയിലെന്ന് പറയുന്നത് ഓ എടുത്തിന് പൊടിയുടെ 3 ചാക്കിൽ രാവിലെ കത്തിച്ചനി എടുത്തുടാ. ഇനി വൈകുന്നേരം തുടങ്ങ അച്ഛൻ കുഞ്ഞാ പോകുന്നുണ്ടോ? ഒന്നരക്ക് വരാം. പിന്നെ 3 ദിവസം ലീവല്ലേ. പൊക്ക പൊക്ക. ആ ഭയങ്കര സിമെന്റ് വലിയ കിഴങ്ങുണ്ട്, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കൂല. അപ്പ വലിച്ച മതി മതി മതി, ഇനി വേണ്ട, ഇത്രയും മതി. ആ നോക്കി അന്നേരം നോക്കിയിട്ടാ മതി. ധനേഷ് ഇങ്ങോട്ട് കൈക്കോട്ടല്ലടാ, അതെടുത്ത് മാറ്റടാ. കൈ പോണ്ട. ഒരു ചിരട്ട അതാ പുറത്ത്, അതെടുത്ത് പുറത്ത് വെക്കാറ്.
പൊക്കോ. മുടിക്ക് നവധാന്യങ്ങൾ ഇടണം. അത് രണ്ടും കൂടെ ഒരുമിച്ച് വിഷ്ണുമൂർത്തി അല്ല 2 രൂപ തന്നെ. ഇത് വിഷ്ണുമൂർത്തിയും വെല്ലുമുടി പോതി. പ്രമേച്ചി ചിരിക്ക് ഇങ്ങോട്ടൊക്കെ. മില്ലമ്മേ ഷാവേച്ചി ഒരു മിനിറ്റ്. അമ്മ അമ്മ എടുത്തു. ശ്യാമളയല്ലേ ഇങ്ങോട്ടോ. അർജുൻ ഇഷ്ടായിട്ടാ ഒരുപോലെ ആയിക്കോട്ടെ കേട്ടോ. കാണിച്ച് പപ്പച്ചി ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് തിരിഞ്ഞ്. അടിപൊളി മതി. ആ അവിടെ അവിടെ ഉണ്ടല്ലോ അർജു, ഈ സൈഡിലതാ, ഈ സൈഡിൽ ഇതാ ഈ ഒരു പൊസിഷൻ. ആടെ അല്ല, അമ്മ തൊട്ടേൻ്റെ ഇപ്പുറത്ത്. ആ